വെൽക്കം ബാക്ക് ടു എജ്യൂബ്രിഡ്ജ് ലേണിംഗ്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ RIE മൈസൂരു ക്യാമ്പസിലേക്കുള്ള NCERT ബേസ്ഡ് ITP കോഴ്സുകളുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അഡ്മിഷൻ ബ്രോഷറിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്ന് നോക്കി നോക്കാം. RIE മൈസൂരു ക്യാമ്പസിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BSc B.Ed ആൻഡ് BA B.Ed സെക്കൻഡറി സ്റ്റേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം NCERT 2026 റിസൾട്ട് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 7-നാണ്. അതുപോലെ ജൂലൈ 20 വരെ നമുക്ക് RIE മൈസൂരിലോട്ടുള്ള അപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യാം. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് RIE മൈസൂരിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഒരു ഗൂഗിൾ ഫോം ആയിട്ടാണ്. നമ്മൾ സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അവരുടെ വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്ത് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷേ RIE മൈസൂരിൻ്റെത് ഇവരുടെ ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി അവിടെയുള്ള സീറ്റുകൾ നോക്കി നോക്കാം. BSc B.Edന് ടോട്ടൽ 100 സീറ്റുകളാണ് ഉള്ളത്. BSc B.Edന് അവൈലബിൾ ആയിട്ടുള്ള മേജേഴ്സ് ബോട്ടണി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, സുവോളജി, ഈ 5 മേജർ സബ്ജക്റ്റുകളിലാണ് BSc B.Ed RIE മൈസൂർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഓരോ മേജറിനും 20 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നുള്ളത് BA B.Ed ആണ്. BA B.Edന് ടോട്ടൽ 50 സീറ്റ്സ് ആണ് ഉള്ളത്. 50 സീറ്റ്സ് ടോട്ടൽ 4 മേജർ സബ്ജക്റ്റുകളിലായിട്ടാണ്. എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി. അതിൽ എക്കണോമിക്സിനും ഇംഗ്ലീഷിനും 10 സീറ്റുകളും ജിയോഗ്രഫിക്കും ഹിസ്റ്ററിക്കും 15 സീറ്റുകളുമാണ് RIE മൈസൂരിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ക്ലാസ് 12ൽ മിനിമം 50% മാർക്ക് ഉണ്ടാവണം. അതുപോലെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 5% റിലാക്സേഷൻ ഉണ്ട്. അതായത് 45%-ന് മുകളിൽ മാർക്കുള്ള SC ST സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനാവും. അതുപോലെ നമ്മൾ +2 2024, 25, 26 ഈ ഏതെങ്കിലും ഒരു ഇയറിൽ +2 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കാണ് RIE മൈസൂരിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ കോഴ്സിനും നമ്മൾ +2 അതായത് BSc B.Ed ആണെങ്കിലും BA B.Ed ആണെങ്കിലും ഓരോ മേജേഴ്സിനും അപ്ലൈ ചെയ്യാനുള്ള മിനിമം എലിജിബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് 12ൽ നമുക്ക് BSc B.Ed ബോട്ടണിക്കും സുവോളജിക്കും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് 12ൽ നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ NCERTയിൽ ബയോളജിക്കൽ സയൻസ് ബയോളജിയുടെ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുടെ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. +2ൽ കെമിസ്ട്രി കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. മാത്സ് ആണെങ്കിൽ സെയിം +2ൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ NCERTയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഫിസിക്സ് ആണെങ്കിലും സെയിം ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവണം. ഫിസിക്സിൻ്റെ പേപ്പർ NCERTയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഓൾറെഡി സുവോളജിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ബയോളജി +2ൽ പഠിക്കണം. ബയോളജിയുടെ പേപ്പർ NCERTയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി എക്കണോമിക്സ് ആണെങ്കിൽ ഈ 4 BA B.Ed കോഴ്സുകൾക്കുള്ള പ്രത്യേകത 4 BA B.Ed മേജർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും ആ 4 സബ്ജക്റ്റിനും നമ്മൾ +2ൽ എന്ത് പഠിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. +2ൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് ഫീൽഡ് പഠിച്ചിട്ടുള്ള ഒരാൾക്കും BA B.Edന് RIE മൈസൂരിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പിന്നെ NCERTയുടെ ക്രൈറ്റീരിയ വരുന്നത് എക്കണോമിക്സ് BA B.Ed എക്കണോമിക്സ് മേജറായി അപ്ലൈ ചെയ്യാൻ നമ്മൾ എക്കണോമിക്സിൻ്റെ പേപ്പർ NCERTയിൽ അറ്റൻഡ് ചെയ്യണം. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ അറ്റൻഡ് ചെയ്യണം. ജിയോഗ്രഫി ആണെങ്കിൽ ജിയോഗ്രഫി ഓർ ജിയോളജി എന്ന് പറയുന്ന പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ +2ൽ ഏത് ഫീൽഡിൽ നിന്ന് +2 കഴിഞ്ഞവർക്കും എന്തിന് അപ്ലൈ ചെയ്യാം? RIE മൈസൂരിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ NCERTയിൽ ആ പേപ്പർ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ റിസർവേഷൻസ് ഉണ്ട്. നമുക്കറിയാം SC ST കാറ്റഗറിയിലുള്ളവർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ OBC NCL കാറ്റഗറിയിൽ OBC NCLും EWS കാറ്റഗറിയിലും ഉള്ളവർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അത് April 1, 2026 2026 April 1 ശേഷമുള്ള OBC NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്.
അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ഫീ പേ ചെയ്ത ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതുപോലെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒരാളിപ്പോൾ BA B.Edഉം BSc B.Edഉം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, BA B.Edനും BSc B.Edനും രണ്ടിനും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ 2 ഡിഫറൻറ്റ് മെയിൽ ID യൂസ് ചെയ്തിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ റൂൾസ് വരുന്നത് കംപ്ലീറ്റ്ലി NCERT സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ അത് കൂടാണ്ട് ടൈ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ +2 മാർക്സ് കൂടെ കൺസിഡർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്ക് BSc B.Edന് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. പ്രിഫറൻസ് 1, 2, 3, 4 അങ്ങനെ 4 പ്രിഫറൻസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് നമ്മൾ പ്രിഫറൻസ് 1 ആയിട്ട് BSc B.Ed മാത്തമാറ്റിക്സ് കൊടുത്തു. അങ്ങനെ BSc B.Ed മാത്തമാറ്റിക്സ് കൊടുത്ത് നമുക്ക് അതിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിലോട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യൂല. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് സപ്പോസ് ഇങ്ങനെ 4 പ്രിഫറൻസുകൾ കൊടുത്തു. 1 ബോട്ടണി, 2 zoology, 3 കെമിസ്ട്രി, 4th മാത്തമാറ്റിക്സ്. ഇങ്ങനെ കൊടുത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ, ഫസ്റ്റ് കൗൺസിലിംഗ് തന്നെ ആ കുട്ടിക്ക് ബോട്ടണി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സീറ്റ് അവിടെ ഫിക്സ്ഡ് ആയി. പിന്നെ ബോട്ടണി അല്ലാണ്ട് വേറൊരു സബ്ജക്റ്റ് RI മൈസൂരിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കില്ല. ഇനി സുവോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇതിലേതെങ്കിലും ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ്സിൽ മുന്നിലോട്ടുള്ള പ്രിഫറൻസ് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് പിന്നീടുള്ള അലോട്ട്മെൻറ്റ്സിൽ മേ ബി മേലോട്ടുള്ള പ്രിഫറൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് RIകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ, ചില റീജിയൻസിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് RI മൈസൂരിലാണെങ്കിൽ അവർക്ക് ഡൊമിസിൽ സ്റ്റാറ്റസ് എന്താവണം, ഒന്നുകിൽ ആന്ധ്രാപ്രദേശിലുള്ളവരാവണം, കർണാടകയിലുള്ളവരാവണം, കേരള, തമിഴ്നാട്, തെലങ്കാന ഈ 5 സ്റ്റേറ്റിലുള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ പുതുച്ചേരി ഓർ ലക്ഷദ്വീപിലുള്ളവരായിരിക്കണം. അപ്പോൾ ഈ 5 സ്റ്റേറ്റിലുള്ളവർക്കും പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപിലുള്ളവർക്കും മാത്രമേ RI മൈസൂരിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കോമ്പറ്റീഷൻ കുറവായിരിക്കും. കോമ്പറ്റീഷൻ നല്ല കുറവാണെന്നല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ BSc B.Ed കോഴ്സിനും 20 സീറ്റാണുള്ളത്. അപ്പോൾ ഈ 5 സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ കുറവുണ്ടാവും. അപ്പോൾ അത്യാവശ്യം NCERTക്ക് മാർക്കുള്ളവരെല്ലാവരും എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അവിടെ ഡൊമിസിൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റേറ്റിൽ നിന്നുള്ളവരാണെന്ന് കാണിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ +2 മാർക്ക് ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്, നമ്മുടെ ഡൊമിസിൽ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇവരുടെ അഡ്മിഷൻ ബ്രോഷറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ അഡ്മിഷൻ ബ്രോഷറിൻ്റെ PDF നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, എജുബ്ലിറ്റ്സിൽ CUET NCERT 2027 ലോങ് ടേം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും CUET NCERT പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എജുബ്ലിറ്റ്സ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്.